1967 പഴയ മലയാള സിനിമയായ അഗ്നിപുത്രിയിൽ വയലാർ എഴുതിയ ഒരു ഗാനം ഇന്ന് കേരളക്കരയുടെ നെഞ്ചിലെ നീറ്റലായി ഉയരുകയാണ്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് വിലപിച്ചുകൊണ്ട് തെരുവിൽ നിന്ന് ആശാപ്രവർത്തകരും വനിതാ CPOമാരും കരയുമ്പോൾ സർക്കാർ അത് കാണാതെ പാർട്ടി സമ്മേളനവും അഴിമതിയും കാട്ടി അഭിരമിക്കുന്ന കാരണഭൂതൻ്റെ പുത്രിയെ രക്ഷിക്കാനായി നെട്ടോട്ടമോടുകയാണ്. രാപ്പകലില്ലാതെ പഠിച്ച് ഉദ്യോഗത്തിനായി പരീക്ഷ എഴുതി കാത്തിരുന്ന വനിതാ CPOമാർക്ക് സർക്കാരിൻ്റെ ക്രൂരമായ അവഗണന ഇപ്പോഴും തുടരുകയാണ്. നാളെ 60 ദിവസമാകുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നാലെ ഈ വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്ന് 8ാം ദിവസത്തിലേക്ക് പിന്നിടുകയാണ്. ഇനി വെറും 10 ദിവസം മാത്രമാണ് ഇവരുടെ മുന്നിലുള്ളത്. ഏപ്രിൽ 19-ാം തീയതി റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനിരിക്കെ തങ്ങളുടെ ജീവിതത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിയ LDF സർക്കാരിൻ്റെ കണ്ണു തുറക്കാൻ അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തെരുവിൽ അലയുകയാണ്. പോലീസിൻ്റെ കാക്കി യൂണിഫോം സ്വപ്നം കണ്ട ആ വനിതാ ഉദ്യോഗാർത്ഥികൾ ശയനപ്രദക്ഷിണം നടത്തിയും മുട്ടിലിഴഞ്ഞും കമിഴ്ന്നു കിടന്ന് നിരങ്ങിയും നിരത്തിയിട്ട ഉപ്പുകല്ലിൽ കത്തുന്ന വെയിലത്ത് മുട്ടുകുത്തി നിന്ന് നിലവിളിക്കുമ്പോൾ സർക്കാർ നിർജീവമായി മുഖം തിരിക്കുകയാണ്. വിവിധ സമരമുറകളിലൂടെ സർക്കാരിൻ്റെ കനിവിന് വേണ്ടി യാചിച്ച് അവർ ഉള്ളം കയ്യിൽ കർപ്പൂരം വരെ കത്തിച്ച് തങ്ങളുടെ ജീവനാണ്, ജീവിതമാണ് ഇത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും സർക്കാർ പുച്ഛിച്ച് തള്ളുകയാണ് ഈ സമരങ്ങളെ. കത്തുന്ന വെയിലത്ത് ഒഴുകിയിറങ്ങുന്ന വിയർപ്പിനൊപ്പം കണ്ണീരു ചാലിച്ച് ഹൃദയം പൊട്ടി നിലവിളിക്കുമ്പോൾ രമ്യഹർമ്മങ്ങളിൽ സുരക്ഷിതമായിരുന്ന് അഴിമതി നടത്തി ഉന്മാദത്തോടെ ജീവിക്കുന്ന മന്ത്രിപുത്രിക്ക് സംരക്ഷണ വലയം തീർക്കാൻ പാർട്ടി നേതാക്കൾ ആശമാരെ തലങ്ങും വിലങ്ങും അപമാനിച്ച് ആസ്വാദനം കണ്ടെത്തുന്ന രീതി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുതിയ മാനിഫെസ്റ്റോ ആയി മാറുകയാണ്. സാർ, ഞങ്ങളുടെ ജീവിതമാണിത്, ഞങ്ങളുടെ സ്വപ്നങ്ങളാണിത്. ഈ 19-ാം തീയതി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യും എന്നാണ് അവർ വിലപിക്കുന്നത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ച് വനിതാ പുനരുദ്ധാരണം ലക്ഷ്യമിട്ട് പ്രഹസനം നടത്തുന്ന സർക്കാർ ആശാവർക്കർമാരോടും വനിതാ CPOമാരോടും കാണിക്കുന്ന ക്രൂരത, ഇത് ഭരണകൂട ഭീകരത എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ആശാവർക്കർമാരുടെ സമരം നാളെ 2 മാസം തികയുകയാണ്. സ്ത്രീകളോട് അതിക്രൂരമായ സമീപനം സ്വീകരിക്കുന്ന ഈ സർക്കാരിനെ കേരള ജനത ഏതർത്ഥത്തിൽ വിശ്വസിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ആശാവർക്കർമാർ തങ്ങളുടെ സമരമുറ കടുപ്പിച്ചുകൊണ്ട് 12-ാം തീയതി പൗരസംഗമം എന്ന പേരിൽ സംഗമിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അർഹതപ്പെട്ട തങ്ങളുടെ അവകാശങ്ങളല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്? വേക്കൻസി ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ സർക്കാർ ഞങ്ങൾക്ക് തരാത്തതല്ലേ എന്നവർ ചോദിക്കുമ്പോൾ അതിന് സർക്കാരിന് ഉത്തരമില്ല. ഇനി അവർ എന്തു ചെയ്യും? ആശാമാരും വനിതാ CPOമാരും ചോദിക്കുകയാണ്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് ആ നിലവിളിക്ക് ആര് ഉത്തരം നൽകും? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.